ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പയ്യന്നൂർ ബൈപ്പാസിനെ പറ്റിയുള്ള ഡ്രോൺ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, പയ്യന്നൂർ ബൈപ്പാസിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിലാണ് പയ്യന്നൂർ ബൈപ്പാസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുവഴി നമുക്ക് നല്ലൊരു യാത്രാ അനുഭൂതിയാണ് ലഭിക്കുക. അടിപൊളി ഒരു പ്ലേസും കൂടിയാണ് ഈ പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലം. കണ്ടൽക്കാടുകളുടെയും പിന്നെ പുഴയും മറ്റും നൽകുന്ന അതിമനോഹരമായ സ്ഥലം കൂടിയാണ്. അതേപോലെ തന്നെ ഇതേ പോകുന്ന വഴിക്കും കൂടിയാണ് തണൽ ഇക്കോ പാർക്ക്, പയ്യന്നൂരിലുള്ള തണൽ ഇക്കോ പാർക്ക്, അതായത് ബാക്ക് വാട്ടറും മറ്റും നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. നല്ല ബോട്ടിങ്ങും മറ്റും ആ ഭാഗത്ത് ഉണ്ട്. മനോഹരമായ കാഴ്ചകളാണ് ഇതുവഴി പോകുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ റോഡിൻ്റെ പണി എന്ന് പറഞ്ഞാൽ വളരെ ലാഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ മേഘ കൺസ്ട്രക്ഷന് ബാക്കിയുള്ള ഏകദേശം വർക്കൊക്കെ കുറച്ച് ടാസ്ക് പിടിച്ച വർക്ക് ആയതുകൊണ്ടും, പക്ഷേ ഈ വർക്ക് ഏറ്റവും ഈസി ആയിട്ട് തന്നെ ഇവർക്ക് പണി തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ പക്ഷെ വളരെ ലാഗായിട്ടാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. എപ്പോഴും ഒരേ കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റുന്നത്. നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ് നിർമ്മിക്കുന്നുണ്ട്. ഏകദേശം 3-4 സ്പാനിൻ്റെ ബ്രിഡ്ജാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു അണ്ടർപാസും കൂടി അവിടെ ഉണ്ട്. തണൽ ഇക്കോ പാർക്കിലേക്കുള്ള അതുവഴി പോകാനുള്ള ഒരു അണ്ടർപാസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഴ ആയതിനാൽ തന്നെ ഈ ഭാഗത്തൂടെ ഗ്രൗണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഗ്രൗണ്ട് വീഡിയോ എങ്ങനെ എടുക്കൽ. ഈ ഭാഗത്ത് ബൈക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റോഡല്ല ഈ ഭാഗം നിലനിൽക്കുന്നത്. റോഡായിട്ട് ഇപ്പോൾ പരിഗണിക്കാൻ പറ്റില്ല. കാരണം അത്രയും ചതുപ്പ് നിലമായതിനാൽ തന്നെ ഈ ഭാഗത്ത് ഭയങ്കര ടാസ്ക്കാണ്. ഇതിലെ വീഡിയോ ചെയ്യുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് അതാണ് ഗ്രൗണ്ട് വീഡിയോ എടുക്കാതെ ഡ്രോൺ ഷൂട്ടാക്കി നിങ്ങൾക്ക് കാഴ്ച നൽകുന്നത്. കാരണം കുറച്ചും കൂടി ഡ്രോണ് കൂടുതൽ പറത്താൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുഹൃത്തുക്കളെ വീഡിയോ സപ്പോർട്ട് ചെയ്തിരിക്കുക. കുറച്ച് ഭാഗം ഇതിൻ്റെ ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗം കുറച്ച് ലോങ് ഷോട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ റേഞ്ച് എത്താത്തത് കൊണ്ട് തന്നെ ഏകദേശം 3-4 കിലോമീറ്ററോളം ഇത് ഡ്രോണ് പറപ്പിച്ച്, പക്ഷേ 3 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഡ്രോണിൻ്റെ റേഞ്ച് കട്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കുന്നത്. നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണിത്. ഏകദേശം ഓരോരോ സ്ഥലത്ത് ഈ പഞ്ചായത്ത് റോഡിലേക്കും PWD റോഡിലേക്കും ഓരോ അണ്ടർപാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എത്തുന്ന ഒരു അണ്ടർപാസ് എന്ന് വെച്ചാൽ നമ്മളെ പയ്യന്നൂർ ടൗണിൽ നിന്ന് അതൊരു വലിയൊരു അണ്ടർപാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഗർഡറൊക്കെ വെച്ചിട്ടുള്ള ഒരു അണ്ടർപാസ്സാണ് ലാസ്റ്റ് ഭാഗം കൊടുത്തിട്ടുള്ളത്. അത് പയ്യന്നൂരിൽ നിന്ന് ചെറുപുഴ വരെ പോകുന്ന ഒരു റോഡും കൂടിയാണ്. നല്ല ഭാവിയിൽ നല്ല വികസനം വരാൻ സാധ്യതയുള്ള ഒരു റോഡാണ്. ചെറുപുഴ കർണാടക ഭാഗത്തേക്ക്, മടിക്കേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡും കൂടിയാണ്. ചെറുപുഴ ചിറ്റാരിക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന അണ്ടർപാസ് കിട്ടുന്ന സ്ഥലം. റിമോട്ടിൻ്റെ റേഞ്ച് കട്ടായതിനാൽ തന്നെ ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഭാഗത്ത് ഞാൻ പറത്തിയ ഭാഗത്തേക്ക് തന്നെ ഡ്രോണ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ മുകളിൽ നിന്ന് കാണുമ്പോൾ പയ്യന്നൂർ ടൗണും കാണാം. നിങ്ങൾക്ക് വലത് ഭാഗത്ത് പയ്യന്നൂർ ടൗൺ കാണാം. പിന്നെ ഇടത് ഭാഗത്ത് നല്ല ബാക്ക് വാട്ടറും മറ്റും നല്ല പാടവും കണ്ടൽക്കാടുകളും എല്ലാം കാണാൻ സാധിക്കും. നല്ല മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാഗം. നല്ല കണ്ട് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. നല്ല ടൂറിസ്റ്റുകൾക്കൊക്കെ വരാനുള്ള നല്ലൊരു സ്പോട്ടും കൂടിയാണ് ഈ പയ്യന്നൂർ ബാക്ക് വാട്ടർ തണൽ ഇക്കോ പാർക്ക്. അതായത് തദ്ദേശീയരും വിദേശീയരും എല്ലാവർക്കും നല്ല, അതായത് വന്ന് ഇരുന്ന്
കാഴ്ച കാണാനുള്ള ബോട്ടിങ് ഒക്കെ ആ തണൽ ഇക്കോ പാർക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, ആസ്വദിക്കാം. നല്ലൊരു മനോഹരമായ സ്ഥലം കൂടിയാണിത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ആസ്വദിക്കുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അവസാനം നമ്മുടെ ഈ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക.